തെരുവിലെ ഒരു പട്ടിക്ക് ഒരു വിലയുമില്ല. നാട്ടുകാർ ഇതിനെ കാണുമ്പോൾ തന്നെ കല്ലെറിഞ്ഞ് ഓടിക്കും. എന്നാൽ ഒരു നാൾ ഈ പട്ടിയുടെ മേളിൽ ഒരു കുരങ്ങൻ ചാടിയിരുന്നു. ഈ കുരങ്ങനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം, ഒരു രസം. ഇപ്പം പട്ടിയും വിചാരിച്ചു, ഓക്കെ, ഈ കുരങ്ങൻ എന്നോടൊപ്പം ഇരുന്നോട്ടെ, എൻ്റെ മേളിൽ കയറി ഇരുന്നോട്ടെ. അങ്ങനെ ഈ പട്ടിയും ഈ കുരങ്ങനുമായിട്ട് സൗഹൃദത്തിലാവുകയും, അപ്പോൾ എല്ലാവർക്കും ഈ കുരങ്ങനെ കാണുമ്പോൾ ഒരു രസം, പട്ടിക്കൊരു പ്രൗഢിയൊക്കെ തോന്നി. കാരണം ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, തന്നെ കാണുമ്പോൾ തന്നെ എല്ലാവരും കല്ലെറിഞ്ഞ് ഓടിക്കുകയല്ലേ. അങ്ങനെ കുറച്ച് ദിവസമായപ്പോഴത്തേക്ക് പിന്നെ ആരും ശ്രദ്ധിക്കാതെയായി. കാരണം ഈ പട്ടിയും കുരങ്ങും എന്നുള്ളത് ദിവസേന കാണുന്ന ഒരു കാഴ്ചയായിട്ട് മാറിയല്ലോ. ഇതാണോ ലക്ക്? ഈ പട്ടിക്ക് പിന്നെ ഈ കുരങ്ങനുള്ള താല്പര്യം പോയി, കുരങ്ങൻ എവിടെ ചാടി അങ്ങ് പോവുകയും ചെയ്തു. ഇതല്ല ലക്ക്. ദിസ് ഇസ് നോട്ട് ലക്ക്. എന്താണ് അപ്പം ലക്ക്? നമ്മിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നാം പ്രയോജനപ്പെടുത്തുന്നതാണ് നമ്മുടെ ഭാഗ്യം. അപ്പോൾ തീർച്ചയായിട്ടും സൂക്തം, സു എന്നാൽ നല്ലത്, ഉക്ത എന്ന് പറഞ്ഞാൽ കേട്ടത്, നല്ലത് കേൾക്കുക. അപ്പോൾ നല്ലത് കേൾക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നല്ലത് കടന്നു ചെല്ലുമോ? ഒരിക്കലുമില്ല. എന്നാൽ പിന്നെ ഈ സിഗരറ്റ് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതിൻ്റെ പാക്കറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്, ആൽക്കഹോൾ കൺസപ്ഷൻ ഇസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. എന്നിട്ട് ആൾക്കാരത് വായിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് പിന്നെയും കുടിക്കുകയും വലിക്കുകയും ചെയ്യല്ലേ. ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് നല്ലത് കേൾക്കുന്നത് നല്ലത് തന്നെ കേൾക്കണം. പക്ഷെ കേട്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലില്ല. കാരണം നമ്മുടെ വിമർശന ബുദ്ധി, നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡ് നല്ലതാണെങ്കിലും എന്താണെങ്കിലും കേൾക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലില്ല. നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ മിക്കവയും വെൻഡിങ് ഡ്രീംസ്, സ്വപ്നങ്ങളിലൂടെ പുറന്തള്ളപ്പെടും. കാരണം നിങ്ങളുടെ ഉൾമനസ്സിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പരിചയിച്ചിട്ടുള്ള, നിങ്ങൾ പരിചിതമാക്കിയിട്ടുള്ള ചിന്തകളും അനുഭവങ്ങൾ, അതിന് അനുയോജ്യമായിട്ടുള്ള മാത്രമേ നിങ്ങളുടെ മനസ്സ് സ്വീകരിക്കുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പുറന്തള്ളിപ്പോയിക്കോളൂ. അതുകൊണ്ട് വെറുതെ നിങ്ങൾ ഞാൻ നല്ലതാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് കേട്ടാൽ അഫർമേഷൻസ് കൊണ്ടൊന്നും മാത്രം ഗുണം ചെയ്യത്തില്ല, ഉള്ളിലേക്ക് കടന്നു ചെല്ലില്ല. കാരണം ഉപബോധ മനസ്സിലേക്ക് എത്തത്തില്ല. എന്തായാലും നമുക്ക് ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ തീർച്ചയായിട്ടും നമുക്ക് ലക്ക് അല്ലെങ്കിൽ സൗഭാഗ്യം, ഭാഗ്യം ആകർഷിക്കാനുള്ള ടെക്നിക്സ് ഉണ്ട്. പല രീതിയിലും ഉണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് നമുക്കിവിടെ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രം കൂടിയാണ്. മെഡിറ്റേഷൻസ് ഉണ്ട്, റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്, മ്യൂസിക് തെറാപ്പി ഉണ്ട്, ജ്യോതിഷം ഉണ്ട്, വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സംരംഭമാണ് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ, NP സ്കൂൾ ഓഫ് തോട്ട്സ്. തീർച്ചയായിട്ടും ഇവിടെ ഓരോ വ്യക്തികൾക്കുമായിട്ട് തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് മെഡിറ്റേഷൻസ് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം കിട്ടും. ഗ്രൂപ്പ് അത് വേറൊരു എക്സ്പീരിയൻസ്, വേറൊരു അനുഭവമാണ്. പക്ഷെ ഓരോ വ്യക്തികളുടെ നിഷേധത്വം ഓരോരുത്തർക്കും ഓരോ അനുഭവമാണല്ലോ. ജനിതകമായിട്ടുള്ള വ്യത്യാസം ഉണ്ടല്ലോ, പാരമ്പര്യം കൊണ്ടുള്ള വ്യത്യാസം ഉണ്ടല്ലോ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടും മനോഭാവവും വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ട് ഓരോ വ്യക്തികൾക്ക് പ്രത്യേകമായി നേരിട്ട് കണ്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യമാവുകയുള്ളൂ. മുഖത്തലയിലാണ് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സ്. വരിക. 9605743596 എന്നത് എൻ്റെ നമ്പർ. നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ചാൻസ് എടുക്കണ്ടേ. വന്ന് അനുഭവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ഗുണം ഏറെ അനുഭവം യോഗ്യമാവുകയുള്ളൂ. അതുകൊണ്ട് വരിക, ഞാൻ വെൽക്കം ചെയ്യുന്നു. വെൽക്കം.